أعوذ بالله من الشيطان الرجيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين صدق الله. ഏറെ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഈ നമസ്കാരം എന്ന് പറഞ്ഞത് നമുക്കൊരു ഭാരമായി മാറേണ്ടതല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹ് നമ്മളെ വിളിക്കുകയാണ്. നമുക്കെല്ലാം നൽകിയ പടച്ചോൻ നമ്മളെ വിളിച്ചു, നമ്മൾ പോയി അള്ളാഹിനോട് സംസാരിച്ചു. അപ്പം അങ്ങനെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ വിളിച്ചാൽ നമ്മൾ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ. ഇതേപോലെ നിസ്കാരം എന്താവണം, അങ്ങനെ ആവണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇത് പടച്ചോനായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു ഭാരമായിരിക്കും. നേരത്തെ ഓതി വെച്ച ആയത്തിൽ അതാ പറഞ്ഞത്, ഭയങ്കര ഒരു ഭാരം, നിസ്കരിക്കണമല്ലോ എന്ന് പറഞ്ഞൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് മാറ്റിയെടുത്ത് ഒരു ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാക്കി മാറ്റണം. നമ്മൾ നിസ്കാരം ഏത് അവസ്ഥയിലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യണം? നിസ്കാരം ഒഴിവാക്കരുത്, ഇരുന്ന് നിസ്കരിക്കാം. ഇപ്പോൾ നമുക്ക് പനിയൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കാം. അതുപോലെ ഇപ്പോൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കിപ്പോൾ എണീറ്റ് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സീറ്റിൽ ഇരുന്ന് നിസ്കരിക്കാം. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇരുന്ന് നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് ഇരിക്കാനും പറ്റണില്ല, കിടക്കാനേ പറ്റണുള്ളൂ, നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, കിടന്ന് നിസ്കരിക്കണം എന്നാണ്. ഒരാൾക്ക് കിടന്നിട്ട് അനങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം എന്നാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു അവസരത്തിലും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തത്? നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. സലാത്തുൽ ഖൗഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതായത് നമ്മൾ നിസ്കാരം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ എന്ത് ചെയ്തു? റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുക? കുറച്ച് ആളുകൾ മാറി നിന്നിട്ട് അവർ ആയുധമൊക്കെ ധരിച്ചിട്ട് തന്നെ നിസ്കരിക്കുക. എന്നിട്ട് അവരെ കഴിയുമ്പോഴത്തേന് അടുത്ത ടീം ഒന്ന് നിസ്കരിക്കുക. അപ്പോൾ യുദ്ധക്കളത്തിൽ പോലും നിസ്കാരത്തിന് ഒഴിവന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളത് വെറുതെ നഷ്ടപ്പെടുത്താൻ പറ്റും? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പിന്നെ നിസ്കരിക്കാമെന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടായി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ കല്യാണം ഉണ്ടായി, എന്തെങ്കിലും പരിപാടി ഉണ്ടായി, നമ്മൾ അതിൻ്റെ തിരക്കിലാൻ പെട്ടിട്ട് ചിലപ്പോൾ നിസ്കാരം വന്നു. പക്ഷെ അതിന് ചില ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ജമ്മും കസറും ഉണ്ട്. അത് ജമ്മ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടായി. ഈ പറഞ്ഞ പോലെ അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ യാത്ര ഉണ്ടായി, അല്ലെങ്കിൽ വലിയ പരിപാടികൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ജമ്മ് നിസ്കരിക്കുക. ലൊഹറും അസറും ഒരു സമയത്ത് നിസ്കരിക്കുക. അതുപോലെ ഇഷാഉം മഗ്‌രിബും ഒന്നിച്ച് ഒരു സമയത്ത് നിസ്കരിക്കുക. അങ്ങനെ ചെയ്യാം. അതുപോലെ കസറുണ്ട്. കസർ എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കി നിസ്കരിക്കുക. അത് യാത്രയിലാണല്ലോ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ട് നിസ്കരിക്കാനൊക്കെ നമുക്ക് അസൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ കസറാക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയുള്ള ഇളവൊക്കെ ഉണ്ട്. പക്ഷേ നിസ്കാരം ഒഴിവാക്കാൻ എന്തില്ല? ഒരു ഇളവുമില്ല. ഇപ്പോൾ ജമ്മും കസറൊക്കെ ബന്ധപ്പെട്ട് കുറേ ഡീറ്റെയിൽ ഉണ്ടാവും, അത് നിങ്ങൾ വേറെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരവസരത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ളുഹറിൻ്റെ സമയം നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും കുറച്ച്. അപ്പോൾ പരമാവധി അവിടെ നിസ്കരിക്കാൻ നോക്കാം. ഒരു കാരണവശാലും സ്കൂളിലും സൗകര്യമില്ല, അടുത്ത പള്ളിയിൽ പോലും നിസ്കരിക്കാൻ പറ്റൂല, ഒരു കാരണവശാലും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? വീട്ടിൽ വന്നിട്ട് ആ ളുഹർ അസറിനെ പോലെ നിസ്കരിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ളുഹർ അവിടെ നിന്ന് നിസ്കരിക്കണം. അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ ഈ ഫർള് നിസ്കാരങ്ങൾക്കൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, പ്രധാനപ്പെട്ട ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് കഴിയാവുന്നത് നമ്മൾ അത് ചെയ്യാനും, നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ സമയമൊന്നും കിട്ടില്ല, പക്ഷെ കിട്ടുന്ന സമയം ഉണ്ടാവും. സമയമുള്ള സമയത്ത് നമ്മൾ അത് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ അതിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റവാത്തിബുകൾ എന്ന് പറയുന്ന സുന്നത്ത്. റവാത്തിബ് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് അത് 12 റക്അത്ത്, 10 റക്അത്ത് എന്നും പറയുന്നുണ്ട്, 12 റക്അത്തും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് 10 ആവുന്നത് 12 ആവുന്നത് ചോദിച്ചാൽ, സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത്, 4 പറഞ്ഞാൽ രണ്ടും രണ്ടും, അങ്ങനെ ളുഹറിന് മുമ്പ് 2 റക്അത്തുള്ള 2 സുന്നത്തുകൾ ഉണ്ട് എന്നാണ്. ളുഹറിന് ശേഷം 2, അപ്പോൾ എത്രയായി? അപ്പോൾ 8ആയി. പിന്നെ മഗ്‌രിബിന് ശേഷം 2, അപ്പോൾ 10ആയി. ഇശാന് ശേഷം 2, അപ്പോൾ 12ആയി. അപ്പോൾ 10 പറയുന്നവർ ളുഹറിന് മുമ്പ് 2 റക്അത്താണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ആ ളുഹറിൻ്റെ മുമ്പ് 2 ആണോ 4 ആണോ
എന്നത് വെച്ചുകൊണ്ടാണ് റവാത്തിബ് ചിലർ 10 ചിലർ 12 എന്നൊക്കെ അഭിപ്രായങ്ങൾ അതിൽ പറയുന്നത്. ഏതായാലും ഇതാണ് റവാത്തിബുകൾ. ഇത് നമ്മൾ പരമാവധി നമുക്ക് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിർവഹിക്കുക. കാരണം എന്താ, ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരുപാട് ഈ പറഞ്ഞ മാതിരി ഒരുപാട് പോരായ്മകൾ പരിഹരിക്കപ്പെടാനൊക്കെ കാരണമാവും. പ്രത്യേകിച്ച് സുബൈൻ്റെ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം എന്നാണ്. ഒരാൾക്ക് സുബൈക്ക് മുമ്പ് 2 റക്അത്ത് നമ്മൾ ചിലപ്പോൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ നേരം വൈകിയാൽ ചിലപ്പോൾ സുന്നത്ത് കിട്ടൂല അല്ലേ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് സുബഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ ഓടിപ്പോകരുത്. നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ദിക്റൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് പോരുക. കാരണം എന്താ, അള്ളാൻ്റെ ഒപ്പം ഇരിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ റവാത്തിബ് സുന്നത്ത് അതിൽ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ലുഹ എന്ന് പറയും. സ്വലാത്തുൽ ലുഹ എന്ന് പറഞ്ഞാൽ എന്താ, അത് സുബഹിൻ്റെയും അതുപോലെ ലൊഹറിൻ്റെ ഇടയിൽ വരുന്നൊരു നിസ്കാരമാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മുമ്പ് പണ്ടത്തെ കാലത്ത് അതിനെക്കുറിച്ച് ഹദീസിലൊക്കെ ഉള്ളത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ വലുപ്പത്തിൽ ഉയർന്നാൽ എന്നൊക്കെയാണ്. ഇത് സൂര്യൻ ഉദിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് വെളിച്ചമൊക്കെ വന്ന് ഒരു വെയിലൊക്കെ ഇങ്ങനെ വരുന്നൊരു സമയം. അപ്പോൾ അതൊരു 8 മണിൻ്റെയും ഒരു 11 മണിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ലൊഹറിൻ്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് 8 മണിയുടെയും 11 മണിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു സമയമാണ് ലുഹ. 2 റക്അത്ത് ലുഹ നിസ്കരിക്കുക. 2 എന്നുള്ള രൂപത്തിലാണ്, ചുരുങ്ങിയത് 2. അപ്പോൾ അത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. അതിന് ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടെന്നാണ്. വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടൂല. കാരണം ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലുഹ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമാണ് ലുഹ നിസ്കരിക്കുക. വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് പറ്റുമായിരിക്കും. മറ്റൊന്ന് വിത്തറാണ്. എന്താ വിത്തർ എന്ന് പറഞ്ഞാൽ, വിത്തർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒറ്റയാക്കുക എന്നാണ്. അപ്പോൾ ഒറ്റയായി നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസാനം ഒറ്റയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിത്തർ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റയായി അവസാനിപ്പിക്കുന്നതിനാണ്. 1 റക്അത്ത്, 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത്, ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന നിസ്കാരമാണ് വിത്തർ. അതായത് ഇഷാഇൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതാണ് വിത്തർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വിത്തർ നിസ്കരിക്കാം. ഇഷാ കഴിഞ്ഞിട്ട് സുന്നത്തൊക്കെ കഴിഞ്ഞിട്ട് വിത്തർ നിസ്കരിക്കാം. ചില ആളുകൾ രാത്രി സുബൈൻ്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുണ്ടാവും. അതാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞത്. അതും പ്രധാനപ്പെട്ട സുന്നത്താണ്. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിലൊന്നാണ്. കാരണം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക അല്ലേ. അപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ആ സമയം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ നിസ്കരിച്ചാൽ പടച്ചോനായിട്ട് ഭയങ്കര ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കതൊക്കെ പ്രയാസം ഉണ്ടാവും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാവണം, തഹജ്ജുദ് ഉണ്ടാവണം. കാരണം എന്താ, തഹജ്ജുദാണ് നമ്മുടെ അള്ളാഹിനായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് ആ സമയം, അസ്ഹാർ എന്ന് പറഞ്ഞാൽ ആ അത്താഴ സമയം എന്ന് പറയുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്നാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ വിത്തർ അതിനോട് ഇപ്പം ചേർത്ത് നിസ്കരിച്ചാൽ മതി. എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ ഇഷാഇൻ്റെ ശേഷം നിസ്കരിക്കാതെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അപ്പം എണീറ്റിട്ട് അതിൻ്റെ കൂടെ വിത്തറാക്കി നിസ്കരിക്കാം. ഇനി എണീക്കോ ഇല്ലേ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്താ വിത്തർ നിസ്കരിക്കാം. അപ്പോൾ തഹജ്ജുദ് ശീലിക്കാൻ പറ്റിയൊരു സമയമാണ് എന്ത്, നോമ്പ് കാലത്ത് അല്ലേ. കാരണം എന്താ, നോമ്പ് കാലത്ത് നമ്മൾ എന്തായാലും സുബൈൻ്റെ മുമ്പ് എണീക്കും, അത്താഴം കഴിക്കണമല്ലോ. അപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ സുബൈ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ച് നോക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവസാനം ഒറ്റയാക്കണം. കാരണം നമ്മൾ മൊത്തം നിസ്കാരം, രാത്രി നിസ്കാരം എടുത്ത് നോക്കുമ്പോൾ അവസാന എണ്ണം ഒറ്റയിൽ അവസാനിക്കണം എന്നാണ്. അത് ശ്രദ്ധിച്ചിട്ട് നിസ്കരിക്കുക. അപ്പോൾ ഇതൊക്കെ പരിശീലിച്ച് നോക്കുക. പറഞ്ഞു വന്നത് 5 ഫർള് നിസ്കാരം, അതാണ് ഏറ്റവും പ്രധാനം. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ഏറ്റവും ക്ലിയർ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സുന്നത്ത് നിസ്കാരം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുമ്പോൾ എന്താ അതിൻ്റെ ഗുണം? അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നതാണ്. അള്ളാഹ് സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഹൈറും ബർക്കത്തും ഉണ്ടാവും. കാരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇതിനെ പരിപാലിക്കുന്ന, ഇവിടെ എന്തും ചെയ്യാൻ കഴിവുള്ള, നമ്മുടെ ജീവിതത്തിൽ എന്തും തരാൻ കഴിവുള്ള പടച്ചോൻ അല്ലേ. ആ പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം അത് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്താണ്? അങ്ങനെ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളിലെ നന്മകളൊക്കെ നമ്മൾ ശീലിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട്
ഇതെല്ലാം കൂടി ഇപ്പം എങ്ങനെ ചെയ്യുക എന്നൊന്നും വിചാരിക്കണ്ട. ഇതത്ര വലിയ കാര്യമൊന്നും ആവില്ല. കാരണം മൊത്തം കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ, ആ 24 മണിക്കൂറിൽ നിസ്കാരങ്ങളൊക്കെ കൂട്ടിയാൽ എത്ര സമയം ഉണ്ടാവും? വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇപ്പോൾ 5 നേരത്തെ ഫർള് നിസ്കാരം കൂട്ടിയാൽ മൊത്തം കൂട്ടിയാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. സുന്നത്ത് അടക്കം കൂട്ടിയ 1 മണിക്കൂർ. അപ്പോൾ ശരിക്കും അത് മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം കൂടി കുറേ ഉണ്ടല്ലോ എന്ന് ആലോചിക്കണ്ട. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 5 നേരത്തെ ഫർള് ക്ലിയർ ആക്കാനാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിസ്കാരം കൊണ്ട് ഉണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ സമയത്തിനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. പടച്ചോൻ്റെ ഇഷ്ടക്കാരാവുക. അപ്പോൾ പടച്ചോൻ നമ്മളെ അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകിയിട്ട് നമ്മൾ അനുഗ്രഹിക്കും. ഏതായാലും പടച്ചോൻ നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.